BJP അധ്യക്ഷ സ്ഥാനം ഒഴിയുമെന്ന് സ്ഥിരീകരിച്ചു ഇന്ന് കെ അണ്ണാമലൈ. ദേശീയ തലത്തിലെ പുനഃസംഘടനയുടെ ഭാഗമായി സംസ്ഥാന അധ്യക്ഷനെ പാർട്ടി ഏകകണ്ഠമായി തീരുമാനിക്കുമെന്നും അണ്ണാമലൈ വ്യക്തമാക്കി. വലിയ പ്രതീക്ഷയോടെ BJP കൊണ്ടുവന്ന അണ്ണാമലൈയുടെ പടിയിറക്കം പരാജിതനായാണോ? 2020 ഓഗസ്റ്റ് 25-നാണ് IPS വിട്ടതിന്റെ തൊട്ടടുത്ത വർഷം അണ്ണാമലൈ BJP ചേർന്നത്. 2021 മെയ്യിൽ അറവക്കുറിച്ചിയിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും തോറ്റു. ജൂലൈയിലാണ് അണ്ണാമലൈ തമിഴ്നാടിന്റെ BJP അധ്യക്ഷനായി എത്തുന്നത്. പക്ഷേ 2023-ൽ അണ്ണാമലയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അണ്ണാ DMK NDA സഖ്യം വിട്ടു എന്ന് മാത്രമല്ല, പിന്നീട് കണ്ടത് പരസ്പരം പോരാടുന്ന കാഴ്ചയായിരുന്നു. അതിനിടയ്ക്ക് ലോക്സഭയിൽ മത്സരിച്ചു നമുക്കറിയാം കോയമ്പത്തൂരിൽ. പക്ഷെ വലിയ തോൽവിയാണ് അണ്ണാമലൈ ഏറ്റുവാങ്ങിയത്. ഇപ്പോൾ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് തമിഴ്നാട്. ആ സമയത്ത് BJP അണ്ണാ DMK സഖ്യം അത് തിരികെ കൊണ്ടുവരാനുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് അണ്ണാമലൈ സ്ഥാനമൊഴിയുന്നത്. കഴിഞ്ഞ ദിവസം എടപ്പാടി പളനിസ്വാമിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അണ്ണാമലൈ അതേ സ്ഥാനത്ത്, അതായത് BJP അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നാൽ ഈ സഖ്യത്തിൽ നിന്ന് പിന്മാറും എന്നാണ് EPS സ്വീകരിച്ച നിലപാട്. ഡൽഹിയിൽ പുതിയ സ്ഥാനങ്ങളൊക്കെ അണ്ണാമലൈക്ക് നൽകും എന്ന്, അതായത് ഒരുപക്ഷെ കേന്ദ്ര സഹമന്ത്രി വരെ അയക്കാമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷെ ഡൽഹിയിലേക്ക് ഇല്ല താനെന്ന് പറയുന്നുണ്ട് അണ്ണാമലൈ. എന്നാലും പുതിയ പ്രസിഡന്റ് ആരായിരിക്കുമെന്ന് അടുത്ത ആഴ്ച അറിയാൻ കഴിയും. അണ്ണാമലൈക്ക് പകരം BJPയുടെ MLA ആയ നൈനാർ നാഗേന്ദ്രനെ അധ്യക്ഷനാക്കും എന്നുള്ളതാണ് അഭ്യൂഹം. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, DMKയെ താഴെ ഇറക്കാതെ, ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാതെ ഇനി ചെരുപ്പ് ഇടില്ല എന്ന് പറഞ്ഞ് ചാട്ടവാറടിച്ച് അണ്ണാമലൈ നമുക്ക് ഓർമ്മയുണ്ട്. എന്തായാലും അത് നടന്നില്ല. അതിനു മുൻപ് തന്നെ അണ്ണാമലൈ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുകയാണ്.